സ്പോട്ട് ലൈവ് തുടരുന്നു. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുകളിൽ നിറവ്യത്യാസം, എന്തോ ദ്രാവകം ഒഴിച്ചതെന്നാണ് സംശയം. തിരുവാഭരണ കമ്മീഷണർ അടക്കം പരിശോധന നടത്തി. നെയ്യാണ് ഒഴിച്ചതെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്താണ് സംഭവിച്ചത്? ടോം, കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരമൊരു കാര്യം ദൃശ്യമായത്. ഈ ശബരിമല ശ്രീകോവിലിന്റെ മുഴുവനും സ്വർണം പൂശിയ ഭാഗമാണ്. അതിന്റെ വലത് സൈഡിന്റെ ഭാഗത്താണ് ഈ ഏതോ ദ്രാവകം ഒഴിച്ച പോലൊരു പാട് രൂപപ്പെട്ടത്. അത് ഭക്തരുടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് ദേവസ്വം കമ്മീഷൻ അടക്കം ഉള്ള ആളുകൾ വന്ന് സ്ഥലത്ത് വന്ന് നോക്കുകയും പരിശോധിക്കുകയും ചെയ്തു. എന്തായാലും ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ പറയുന്നത്, സാധാരണ ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് നെയ്യൊക്കെ ഈ മുകളിലേക്ക് ഒഴിക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ച കൂട്ടത്തിൽ വന്ന ഈ നെയ്ക്കകത്ത് പൊടിപടലങ്ങളൊക്കെ പറ്റി വന്നൊരു പാടായിരിക്കാം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ ഇതെന്താണെന്നുള്ള കാര്യം കൃത്യമായി പരിശോധന നടത്തി കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇത് കൃത്യമായി എന്താണ് നിറവ്യത്യാസം വന്നതെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് ഒരു പക്ഷേ ഇനിയും നടക്കാനും സാധ്യതയുണ്ട്. നിലവിൽ ഇത് ഒരു ആശങ്ക ഉണ്ടായി. കാരണം ശ്രീകോവിലിന്റെ മുകൾ ഭാഗം മുഴുവനും സ്വർണം പൊതിഞ്ഞ ഭാഗമാണ്. അതിലൊരു സൈഡ് വലതുവശത്തെ ഒരു ഭാഗത്താണിത് ദൃശ്യമായത്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ നെയ്യ് ഒഴിച്ചതാണെന്നൊരു സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് അല്ല മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് SIT സംഘം സന്നിധാനത്തെത്തുകയും അവിടെ വിശദമായ ഒരു പരിശോധന നടത്തുകയും ചെയ്തു. കട്ടളപ്പാളിയും ഒപ്പം പ്രഭാമണ്ഡലവും പരിശോധിച്ചു. ആ കട്ടളപ്പാളിന്റെ കീഴിലുള്ള സ്വർണ്ണത്തിന്റെ തൂക്കവും ഒപ്പം പ്രഭാമണ്ഡലവും അയച്ച് സ്വർണ്ണത്തിന്റെ തൂക്കം പരിശോധിക്കേണ്ട പ്രവർത്തനങ്ങളൊക്കെ പരിശോധനയൊക്കെ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരം ഒരു ദൃശ്യം കൂടി വന്നപ്പോൾ ആശങ്ക ഉണ്ടായി. ഇത് ഇനി ഒരു പക്ഷേ എന്തെങ്കിലും കാര്യമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ നിഗമനത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡും ഒപ്പം ഈ ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ആളുകളുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു പരിശോധന ആവശ്യമാണ്. അതിന് എന്തായാലും ഇത് നെയ്യല്ല, മറ്റെന്തെങ്കിലും കാരണമാണോ ഈ നിറം മങ്ങാനുള്ള കാരണം, അതോ ഇനി അവിടെ എന്തെങ്കിലും വസ്തുക്കൾ വീണ വല്ലതും എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാണോ എന്നുള്ള കാര്യം കൂടി നോക്കിയെങ്കിലേ ഇത് കൃത്യമായി എങ്ങനെയാണ് നിറവ്യത്യാസം വന്നു എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിയുള്ളൂ. ഒരു ആശങ്ക ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ എന്നാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? ഇന്നലെയാണ് ടോം ഇത്ര ദൃശ്യമായത്. ഇന്നലെയാണ് ഇത്ര ഒരു സംഭവം തീർത്ഥാടകരുടെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത്. പിന്നീട് ദേവസ്വം ബോർഡ് ജീവനക്കാരും ദേവസ്വം കമ്മീഷണറൊക്കെ സ്ഥലത്തെത്തി ഇത് പരിശോധിക്കുകയും ചെയ്ത് ഒരു വിലയിരുത്തുകയും ചെയ്തു. പക്ഷെ ഇത് കൃത്യമായ ഒരു പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഇത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതാണ് ഉള്ളത്. എന്തായാലും നെയ്യെങ്ങാണം ഒഴിച്ചിട്ട് അതിൽ ഇപ്പൊ പൊടിപടലങ്ങൾ പറ്റിയ ഒരു പാടായിരിക്കാം ഈ ഒരു നിറവ്യത്യാസം ഉണ്ടായെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അതിലൊരു കൃത്യമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയുള്ളൂ. അത്തരത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷനും ഉള്ളത്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇത് വിശദമായി തന്നെ ഈ വിഷയത്തിൽ പരിശോധന, ഒരു അന്വേഷണം ആവശ്യമാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് വിശ്വാസികളുടെ ഇടയിൽ, ഭക്തരുടെ ഇടയിൽ വലിയ വിഷമമുണ്ടാക്കിയതാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ചും അങ്ങനെ ഒരു ക്രമക്കേട് എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ അത് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വിശദമായ അന്വേഷണം വേണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.